ക്ലാസ്സിലേക്ക് സ്വാഗതം. മോഹൻ സിതാരാസ് കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ ഉദ്ഘാടനം ഇതാ ചെയ്യപ്പെടുകയാണ്. മുസ്ലിം പാർ എക്സ്ട്രാ ഇശലുകളുടെ നിലാവിലേക്ക് തൃശൂർ പ്രേക്ഷകരായ കലാസ്നേഹികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വേദിയിലിരിക്കുന്ന മാന്യവ്യക്തികളെ, എൻ്റെ സ്വന്തം നാട്ടുകാരെ, ആദ്യമായി എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങി 4 വർഷം മുന്നേ. എനിക്ക് അതിന് ഛത്തീസ്ഗഡ് ഇന്ദിരകല യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയുണ്ടായി BA MA മ്യൂസിക്കിന് വേണ്ടി. അതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യരായ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, 4 കൊല്ലം മുമ്പ് അനുഗ്രഹീതരായ യേശുദാസും ദക്ഷിണാമൂർത്തിയും ചേർന്ന് തിരികൊളുത്തിയ ഈ വിദ്യാ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. വാക്കുകളിൽ മിതത്വവും പ്രവൃത്തിയിൽ വളരെ ഊർജ്ജസ്വലതയായി പ്രവർത്തിക്കുന്ന സംഗീത സംവിധായകനായ ശുദ്ധരിൽ ശുദ്ധനായ മോഹൻ സിതാരയുടെ എല്ലാ സംരംഭങ്ങൾക്കും ആശംസ നേർന്നുകൊണ്ട് ഞാൻ അവസരമിക്കുന്നു. നന്ദി, നമസ്കാരം. ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും നിമിഷങ്ങളിലേക്ക് ഒരു ഉല്ലാസയാത്ര നമുക്ക് ആരംഭിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നാദ്യം ഈ വേദിയിൽ രംഗപൂജ. ഗസൽ മഴ പെയ്ച്ച പ്രണയ ഗായകൻ, നമ്മുടെ സ്വന്തം ഗായകൻ ശ്രീ ഹരിഹരൻ. Hi Thrissur, Sugandhana. Okay, we are here to sing for you. I'm here to sing for you. Krishna ni begane baro, Krishna ni begane baro, begane baro, mukhavarna toro
baro Krishna ni began baro So come down and help us save all the little ones. They need a teacher, and you are the only one we can rely on to build a better world. A world that's for children, a world that's for everyone. Krishna ni begane baro Krishna ni Jesus, come back and save the world. There's only future of every boy and girl. Come back and strong, forgive us for what you've done. Come back and love, come back for everyone. Jesus, come back and save the world. There's only future of every boy and girl. Come back and strong, forgive us for what we've done. Come back as alive, come back for everyone. Krishna ni begane baro Krishna ni begane baro Govinda bolo Hari Gopal bolo Govinda bolo Hari Gopal bolo Govinda bolo Hari Chorus Govinda bolo Hari Gopal bolo Govinda bolo Hari Gopal bolo Hallelujah 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 Allahu Akbar Allahu Akbar Allahu Akbar Allahu Akbar Krishna കുന്നത്ത് വെച്ച വിളക്ക് പോലെ പുരുഷ സൗന്ദര്യമായി മലയാള സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതിഭ. അത് മറ്റാരുമല്ല, നമ്മളുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപി. മോഹൻ സിത്താരയ്ക്കും വേദി അലങ്കരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ടർക്കും സദസ്സിലെ പ്രിയമുള്ള കലാസ്നേഹികൾക്ക്, സുഹൃത്തുക്കൾക്ക്, സഹോദരി സഹോദരങ്ങൾക്ക് എൻ്റെ വിനീത നമസ്കാരം. മോഹൻ സിത്താര സിനിമയിൽ തുടക്കം കുറിക്കുന്നത് 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലാണ്. എനിക്ക് ആദ്യം പ്രദർശനം സമ്മാനിച്ച ചിത്രം അതല്ലെങ്കിലും മലയാളത്തിലെ ആദ്യത്തെ ചിത്രം 1 മുതൽ 0 വരെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തുടക്കം ഒരുമിച്ച്, തീർച്ചയായിട്ടും തിളക്കത്തിൻ്റെ കാര്യത്തിൽ അന്ന് ഒരു പ്രശസ്ത സംഗീത സംവിധായകൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ആദ്യത്തെ ചിത്രത്തിലൂടെ മോഹൻ സിത്താര പ്രതിഷ്ഠിതനായത്. എനിക്ക് പിന്നെയും ഒരുപാട് കാലം വേണ്ടി വന്നു. എങ്കിലും മോഹൻ സിത്താര തീർച്ചയായിട്ടും സംഗീതത്തിന് ഒരുപാട് സ്നേഹക്കാർ, ഇഷ്ടക്കാർ ഒരുപാട് കൂടി വന്നിരിക്കുന്ന കാലഘട്ടമാണ്. ജനസമൂഹത്തിന് വേണ്ടി ഒരു മ്യൂസിക് സ്കൂൾ എന്ന രൂപത്തിൽ തുടങ്ങി ഇന്നിപ്പോൾ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടി കോളേജായി മാറിയ മോഹൻ സിത്താരാസ് കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നക്ഷത്ര തിളക്കവുമായി, ഇശൈ തെൻട്രലായി, സംഗീത സദ്യ ഒരുക്കുവാനായി ഇതാ എത്തുന്നു അനുരാധ ശ്രീറാം. കറുപ്പ് താൻ എനക്ക് പിടിച്ച കളർ,
ഈ ഗാനവുമായാണ് അനുരാധ ശ്രീറാം ഇന്ന് ഈ വേദിയിലേക്ക് എത്തുന്നത്. പ്ലീസ് വെൽക്കം അനുരാധ ശ്രീറാം ഓൺ സ്റ്റേജ്. கருப்புத்தா எனக்கு பிடிச்ச கலரு, ஆமா கருப்புத்தா, அட கருப்புத்தா, ஆமா கருப்புத்தா, அட கருப்புத்தா எனக்கு பிடிச்ச கலரு. ക്ലാപ്പ് ചെയ്യാൻ പറ്റൂലേ?
എല്ലാവരും വളരെ ഉഷാറായിരിക്കാണെന്നറിയാം. ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാനായി വേദിയിലേക്ക് കടന്നു വരുന്നു നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ശ്വേത മേനോൻ. ശ്വേത മേനോൻ വേദിയിലേക്ക് കടന്നു വരുന്നത് ഒരു അടിപൊളി നൃത്തവുമായാണ്. ഒരു മനോഹരമായ ബോളിവുഡ് മിക്സ് നിങ്ങൾക്കായി സമർപ്പിക്കാൻ വേദിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടി ശ്വേത മേനോൻ along with Dazzlers. चलिया रूह चुरा लूं मैं हूँ ऐसी चलिया 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 ओ चलिया हाथ ना आऊं मैं हूँ ऐसी चलिया 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 रूह चुरा लूं मैं हूँ ऐसी चलिया 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 ओ चलिया हाथ ना आऊं मैं हूँ ऐसी चलिया लहर हूँ सहर हूँ पाक महर हूँ बच के जाएगा कहाँ ना लड़ा तू अपना लड़ा don't look at me like that माही ना लड़ा तू अपना लड़ा don't look at me like that boy ना लड़ा तू अपना लड़ा don't look at me like that माही ना लड़ा तू अपना लड़ा don't look at me like that boy चलिया 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 रूह चुरा लूं मैं हूँ ऐसी चलिया 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 रूह चुरा लूं मैं हूँ ऐसी चलिया 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 ओ चलिया हाथ न आऊं मैं हूँ ऐसी चलिया ओ लहर हूँ धूप सहर हूँ पाक महर हूँ बच के जाएगा कहाँ ना लड़ा तू अपना लड़ा don't look at me like that माही ना लड़ा तू अपना लड़ा don't look at me like that boy ना लड़ा तू अपना लड़ा don't look at me like that mahi na lada तू अपना लड़ा don't look at me like that boy കാഴ്ചയുടെ നവ്യാനുഭവങ്ങൾ നമുക്ക് സമ്മാനിച്ച ബ്ലെസ്സിയുടെ കാഴ്ച എന്ന ചിത്രത്തിലെ നമ്മളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശ്രീ മോഹൻ സിത്താര ഈണം നൽകിയ ശ്രവണ സുന്ദരമായ മറ്റൊരു ഗാനം ജുഗുനൂരേ ജുഗുനൂരേ. ഈ മനോഹരമായ ഗാനവുമായി വേദിയിലേക്ക് കടന്നു വരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട ഗായകൻ യുവഗായകരിൽ ശ്രദ്ധേയനായ അൻവർ. പ്ലീസ് വെൽക്കം അൻവർ ഓൺ സ്റ്റേജ്.
चमक चमके, चमक चमक चमके, धरती तारे चमकते, चमक चमक चमके, चमक चमक चमके, मारी साथे बात कर, सुतारो नाम रे, सुतारो नाम रे, मारी पास आव रे, मारी पास आव रे जुगनू, मारी पास आव रे, 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 जुगनू रे, जुगनू रे, जुगनू रे, जुगनू, जुगनू रे, जुगनू रे, जुगनू रे, जुगनू रे। रात ना अंधियारा माधु करे उजियारा, करे उजियारा, रात ना अंधियारा माधु करे उजियारा, करे उजियारा, मारी जिंदगी माझे घणो अंधियारा, घणो अंधियारा, मारी साथ चाल रे, मारी साथ चाल रे, सुख दुख में बात करवा, आव रे, आव रे, आव रे, आव रे, आव रे, आव रे, जुगनू, मारू जुगनू, मारू जुगनू, जुगनू रे, जुगनू रे, जुगनू रे, जुगनू, जुगनू रे, जुगनू रे, जुगनू रे, जुगनू, मारी पास आव रे, जुगनू, मारी पास आव रे, जुगनू, जुगनू रे, जुगनू रे, जुगनू रे, जुगनू, जुगनू रे, जुगनू रे, जुगनू रे, जुगनू, जुगनू रे, जुगनू रे, जुगनू रे, जुगनू, जुगनू रे, जुगनू रे, जुगनू, जुगनू, ओ जुगनू, जुगनू, ओ जुगनू, जुगनू। I want the lights. चप्पा चप्पा चरका चले, चप्पा चप्पा चरका चले, चप्पा चप्पा चरका चले, चप्पा चप्पा चरका चले, बनी बनी यारियां तेरी, बनी बनी बेरियों तेरे,
चप्पा चप्पा चरक चले ओ चप्पा चप्पा चरक चले ओ चप्पा चप्पा चरक चले कोरी चट कोरी जो कटोरी से खिलाती थी ए जुम्मे के जुम्मे जो सुर में लगाती थी कोरी चट कोरी जो कटोरी से खिलाती थी जुम्मे के जुम्मे जो सुर में लगाती थी कच्ची मुंडेर की तले चप्पा चप्पा चरक चले चप्पा चप्पा चरक चले ओ चप्पा चप्पा चरक चले चप्पा चप्पा चरक चले मुटी मोइने हाय हाय मोइने छुटी मुटी मोइने रसोई में पुकारा था लोहे के चिमटे से लिपटे तो मारा था गरे रे गरे 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 रे गरे 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 दानी सा गरे रे दानी दा दा गरे रे दानी गरे गा 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 गरे 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 रे दानी गरे रे दानी दा 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 गरे गरे गमा गमा दा 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 तेरी दा मा गरे गमा दा नी दा मा दा मा गरे गरे रे दानी गरे दा 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 झूठी मुठी मोइने हाय हाय मोइने झूठी मुठी मोइने रसोई में पुकारा था लोहे के चिमटे से लिपटे तो मारा था झूठी मुठी मोइने रसोई में पुकारा था लोहे के चिमटे से लिपटे तो मारा था बीबा तेरी चूल्हा चले चप्पा चप्पा चरक चले चप्पा चप्पा चरक चले ओ चप्पा चप्पा चरक चले चप्पा चप्पा चरक चले चुन्नी लेके सोती थी कमाल लगती थी बीबा 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 चुन्नी लेके सोती थी कमाल लगती थी पानी में गंदा चराग लगती थी चुन्नी लेके सोती थी कमाल लगती थी पानी में गंदा चराग लगती थी हो बीबा तेरी याद न टले चप्पा चप्पा चरक चले चप्पा चप्पा चरक चले चप्पा चप्पा चरक चले चप्पा चप्पा चरक चले अरे गोरियों के पैरों तले पीली पीली मेहंदी चले चप्पा चप्पा चरक चले चप्पा चप्पा चरक चले ओ चप्पा ओ चरका अरे चल 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 रे ओ മലയാള സിനിമയിലെ നിരവധി ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ഓരോ മലയാളിയുടെയും മനസ്സിൽ തൻ്റെതായ
ഇടം കണ്ടെത്തിയ ശ്രീമതി കൽപ്പന നയിക്കുന്ന കോമഡി സ്കിറ്റ്, ഒപ്പം രമേശ് പിഷാരടി, കലാഭവൻ മധു. Welcome to the world of Ellie Brand Show. ഈ നിൽക്കുന്ന താരസുന്ദരി ആരാണെന്ന് അറിയണ്ടേ? ഇതാണ് മാർഗരറ്റ് പെറ്റനീറ്റോ. PVC പൈപ്പ് കടഞ്ഞ കഴുത്തും ടെലിഫോൺ പോസ്റ്റിനെ വെല്ലുന്ന പൊക്കവും കാച്ചിയ പപ്പടത്തിന്റെ നിറവുമുള്ള ഇവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ചിട്ടയോടെ ചെയ്യുന്ന വ്യായാമവും എയറോബിക്സും. അതീവ സുന്ദരിയായ ഇവരെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്നിവർ പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയണ്ടേ? കേട്ടു നോക്കൂ. നിങ്ങൾ എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിരിക്കുകയാണല്ലേ? ഇനി എന്നെ വെല്ലുന്ന ഒരു സൗന്ദര്യധാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ഉത്തമ പുരുഷൻ. അദ്ദേഹത്തിന്റെ ബയോഡേറ്റ് കേട്ടാൽ ഏത് പെണ്ണിനും ഒന്ന് കാണാൻ തോന്നും. ആഫ്രിക്കൻ പോപ്പ് ഗായകൻ, റെസ്ലിംഗ് വിന്നർ, കരാട്ടെ, കുങ്ഫു, ജൂഡോ പരിശീലകൻ. കാണാൻ പോകുന്ന പൂരം ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല. Here comes Mr. Charles Remo. காதல் யானை வருகிற ரெமோ, மொத்தம் தத்து முட்டுவன் ரெமோ, அப்பளை இதயங்கள் பத்திரம் ரெமோ, ராம்பாக் ரெமோ, தூக்கத்தை துரத்தும் டிராகன் ரெமோ, பூக்கள் வெடிக்கின்ற ஸ்தங்கன் ரெமோ, ரம்பைகள் ஹார்ட்டில் ரிங்டோன் ரெமோ, ரெயின்போ ரெமோ. Hi Remo. Hi, how are you? I am fine. Who are you? இவன் மேகம் வீணல்லா தடுமாறும். എന്തു പറ്റി ചാൾസ്? ഇന്നലെ കണ്ടതിലും കൂടുതൽ കറുത്തുപോയല്ലോ. വെരി ബ്ലാക്ക്. കറുപ്പിന് 7 അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുപ്പിനാണ്. അതിരിക്കട്ടെ ചാൾസ്, എന്താണ് വരാൻ വൈകിയത്? എനിക്ക് കരാട്ടയുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. എവിടെ? കുന്നംകുളം ടൗൺ ഹാളിൽ. എന്ത് കിട്ടി? കണക്കിന് കിട്ടി. അയ്യോ, ചാൾസ് എന്താണ് തപ്പുന്നത്? നിനക്ക് തരാൻ എന്റെ കയ്യിൽ. ഓ, കിട്ടി. എന്ത്? മിഠായി. വിശേഷം വല്ലതും? പെങ്ങൾ പ്രസവിച്ചു. കുട്ടി? ആൺകുട്ടി. നല്ല തങ്കക്കട്ടി. പക്ഷേ ചാൾസിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലല്ലോ. എങ്ങനെ സന്തോഷിക്കും? അതെന്താ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങൾക്ക് ആനന്ദം പകരാൻ എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ മിഠായി വാങ്ങിക്കൊടുക്കൂ. ഇതിന്റെ വില വെറും 999 രൂപ മാത്രം. ഒത്തിരി നേരം കൊണ്ട് നമ്മൾ ഇത്തിരി സംസാരിച്ചു. എന്റെ തൊണ്ട വളരുന്നു, അല്ല വരളുന്നു. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ കൊണ്ടുവരാം. നല്ല ചൂടുണ്ടായിരിക്കണം. ഇപ്പൊ കൊണ്ടുവരാം. അല്പം പഞ്ചസാര ഇട്ടോളൂ. ഇപ്പൊ കൊണ്ടുവരാം. ഇത്തിരി ചായപ്പൊടി കൂടി ഇട്ടോളൂ. എന്നാ പിന്നെ ചായ എന്നൊക്കെ പറഞ്ഞാ പോരെ? ഓ ചാൾസ്, ഇപ്പൊ കൊണ്ടുവരാം. അടുക്കളയിലെ പുകയും കരിയും പല സ്ത്രീകളുടെയും സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തുന്നു. പാചകം ചെയ്യുക വഴി കൈകളുടെ മൃദുത്വം നഷ്ടപ്പെടാൻ ഇടയാകുന്നു. പക്ഷേ എനിക്കിതൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. എല്ലാം ചെയ്യുന്നത് ചാൾസ് ആണ്. ഹായ്, മനോഹരമായ ചായ. ഇത് സാധാരണ ചായയല്ല, എലി ബ്രാൻഡിന്റെ പ്രോട്ടീൻ ചായ. ഇതിന്റെ വില 999 രൂപ മാത്രം. അല്ല മാത്രം. ഓ ചാൾസ്, ഒരു കാര്യം മറന്നു. ഉണ്ണാനോ? അല്ല. ഉറങ്ങാനോ? അല്ല, വൃത്തികേടായിരിക്കുന്നു. ഞാനോ? അല്ല, എന്റെ തുണികൾ. എന്തു ചെയ്യണം ചാൾസ്? വെറുതെ ഇരിപ്പും വിശ്രമവും മാഡത്തിന്റെ ഹോബിയാണല്ലോ. അതും ഞാൻ തന്നെ ചെയ്യാം. ചാൾസ് പണിയെടുത്തു മരിക്കും. അല്ലെങ്കിലും മരിക്കും. എങ്കിൽ പിന്നെ പണിയെടുത്തു മരിക്കൂ ചാൾസ്. ഞാനൊരു പാവമാ. പക്ഷേ തുണി അലക്കാൻ പാകമാ. അയ്യോ, നോക്കൂ, അധ്വാനവും
ചുറുചുറുക്കുമാണ് ചാൾസിന്റെ ആരോഗ്യ രഹസ്യം. അത് മറക്കണ്ട. അത് മാത്രമല്ല, ഇതൊന്നും ഞാൻ മറക്കില്ല. വയസ്സനായ ചാൾസിനെ ഞാൻ ഇന്നൊരു ചെറുപ്പക്കാരനാക്കും. എങ്ങനെ? ആദ്യം ഒരു ബക്കറ്റ് എടുക്കൂ. ഇനി എലി ബ്രാൻഡ്സിന്റെ ഒരു സോപ്പ് കട്ട എടുക്കൂ. വെട്ടി നുറുക്കൂ. ഞാനൊരു കൊലപാതകയായില്ലേ? എന്നെയല്ല, സോപ്പ് വെട്ടി നുറുക്കൂ. അത് ബക്കറ്റിലേക്കിടൂ. നന്നായി ഇളക്കൂ. ശക്തിയായി ഇളക്കൂ. കണ്ടോ? എന്ത്? അതാ. ഇനി അതെടുത്ത് കമത്തി കളയൂ. അതെന്തിനാ? ആദ്യം ബക്കറ്റിലെ അഴുക്ക് പോട്ടെ, പിന്നെയല്ലേ തുണി. തുണി അലക്കൊക്കെ വാഷിംഗ് മെഷീനിൽ പോരെ? പോരാ, ചാൾസ് ഒരു വാഷിംഗ് മനുഷ്യനാകണം. നോക്കൂ, ഇതിന് വൈദ്യുതി ചിലവില്ല, ഇന്ധന ചിലവില്ല, ഭക്ഷണ ചിലവ് മാത്രമേ ഉള്ളൂ. കുറച്ചു ഭക്ഷണം ഇട്ടുകൊടുത്താൽ മതി. ചാൾസ് പട്ടിയെ പോലെ പണിയെടുക്കും. ചാൾസ് തുണി വാഷ് ചെയ്യാൻ എന്തു പൊടിയാണ് ഉപയോഗിച്ചത്? അഴുക്കിന്റെ മിത്രം, തുണിക്കൊത്ത ശത്രു, ഗോപാൽ പൽപ്പൊടി. അല്ല, പദപ്പൊടി. ഇതിന്റെ വില 999 രൂപ മാത്രം. എങ്ങനെയുണ്ട് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ്? ഒരു പണിയും ആർക്കും വിട്ടുകൊടുക്കില്ല. എല്ലാം ചാൾസ് തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെയ്യിക്കും. മുറ്റമടിക്കാൻ, മാർക്കറ്റിൽ പോകാൻ, വെള്ളം കോരാൻ, വിറക് കീറാൻ, തുണി അലക്കാൻ, അടുക്കള പണി ചെയ്യാൻ. ചാൾസ് എന്റെ കൂടെയുള്ളതിനാൽ ജീവിതം ഈസി. ഇപ്പോൾ മനസ്സിലായില്ലേ എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം? ചാൾസ്. അതെ, ഇതുപോലൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഈസി. ഇതിന്റെ വില? ഇതിന് വിലയില്ല. അതെ, ഇത് സ്വന്തമാക്കാൻ പണച്ചെലവില്ല. നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം. ഞാനിതിനെ സ്വന്തമാക്കിയത് വിവാഹത്തിലൂടെയാണ്. അതെ, ചാൾസ് എന്റെ പേരിന് ഒരു ഭർത്താവാണ്. മലയാളിയുടെ എന്നത്തെയും നൊസ്റ്റാൾജിയ ആണ് അല്ലെ? ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ കസ്തൂരി തൈലമിട്ട് മുടിമിണക്കി എന്ന ഗാനം. ഈ ഗാനവുമായി വേദിയിലേക്ക് കടന്നു വരുന്നു തൃശ്ശൂരിന്റെ സ്വന്തം ഗായികയായ ജ്യോത്സ്നയും തൃശ്ശൂരിന്റെ മരുമകളായി വന്ന് നമ്മളുടെ സ്വന്തമായി മാറിയ റിമി ടോമിയും. Ladies and gentlemen, please welcome Jyotsna and Rimi Tommy on stage. നല്ലവരായ എൻ്റെ എല്ലാ നാട്ടുകാർക്കും നമസ്കാരം. തൃശ്ശൂർ ഇത്രയും നല്ലൊരു വേദിയിൽ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പരിപാടി ആസ്വദിക്കും എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തെ അനുജന്മാർക്കും എല്ലാവർക്കും നമസ്കാരം. ഒരു മരുമകളായി കണ്ട എന്നെ നിങ്ങൾ ഒരു 2ാം സ്ഥാനത്ത് നിർത്തല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ആ സ്നേഹം ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് തൃശ്ശൂർ അത്രയും നല്ല സ്നേഹം തന്നിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തരണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കസ്തൂരി തൈലമിട്ടെന്ന ഗാനം പാടാൻ പോവാണ്. കസ്തൂരി തൈലമിട്ട് മുടി മീനുക്കി മുത്തോട് മുത്ത് വച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്ത് വച്ച വള കിലുക്കി മന്ദാര കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട്
Peresa, sanida sasare. Gakka peresa, sanida sasare. Gakka peresa, sanida sasare. Gakka peresa, sanida sasare. Yeah, go. Agakka peresa, sanida sasare. Agakka peresa, sanida sasare. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilanir kanavilude, I'm thinking of you. Hey Saloma, oh Saloma, hey Saloma, oh Saloma. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. Ilaman kannilude, I'm thinking of you. Ilanir kanavilude, I'm thinking of you. Hey, hey Saloma, hey Saloma, oh Saloma. கொலிசிட்ட கொஞ்சல் சிறுகுள்ள மோகம் காதுகார்முகில் நெஞ்சம் துளும்பும் மின்னல் திடங்கும் மீண்டும் இதெல்லாம் பாதிரா பூமையா ചുണ്ടോട് ചുണ്ടിൽ നുരയുന്നതാഹം മഴയോട് ചേർത്താ ആരാട്ടമേളം അനുരാഗ മുല്ലപ്പന്തൽ കനവാകെ. Hey Saloma, 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 hey Saloma, 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 hey Saloma, 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 hey Saloma, Saloma, Saloma. Agakka peresa, agakka peresa. Hey Saloma, Saloma. We are together. Yo, yo. ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം അരികിത്ത് വന്നാൽ ആതിരാ പാൽക്കുടം മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം ഉലയുന്ന പൂമൈ മദനണ്ട് വില്ല് മലരമ്പ് പോലെ നിറമുള്ള നാണം വിടരുന്ന പനിനീർ പരുവം
മനസ്സിനുള്ളിൽ Hey Saloma, 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 hey Saloma, 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 hey Saloma, 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 hey Saloma, Saloma, Saloma. Ba 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 ba. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. I'm thinking of you. I'm thinking of you. പിന്നെ ഇപ്പൊ മെഡ്രാസിൽ ഏറ്റവും വളരെ പോപ്പുലറായ ഒരു സോങ് ആണ് കൺകൾ ഇരണ്ടാൽ എന്ന പാട്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി വിൽ പ്രസന്റ് ദാറ്റ് സോങ് റൈറ്റ് നൗ. മല്ലാതെ പകലും മല്ലാതെ പൊഴുതുകൾ ഉന്നോട് കഴിയുമാ തൊടവും കൂടാതെ പടവും കൂടാതെ ഇടവേളയെപ്പോതും കുറയുമാ എന്നെ കട്ടി ഇഴുത്തായി പോതാതെ ചിന്തം ചിരിപ്പിൽ ഒരു കള്ളച്ചിരിപ്പിൽ എന്നെ തള്ളി വിട്ട് മൂടി മറൈത്താ
പ്രശസ്തയായ ഗായിക തനോബർ ആലപിച്ച സോണിയെ എന്ന ആൽബത്തിൽ നിന്നും ഒരു ഗാനം. ഈ ഗാനത്തിനൊപ്പം നൃത്ത ചുവടുകൾ വെക്കുന്നു മല്ലികയും ഒപ്പം ഡാസ്ലേഴ്സ്. Everybody go crazy with desire. Ooh, burning hot is what she's got. She's hot, so hot. What's it out like this now? Breaking out new style, Indian style. Are you with me? In the flow, whoa. Check this out. What I'm calling him slick. Who this? Yeah. Well, who this come catch it original finger switching about big pocket, no afraid to talk it. Who this come catch it original finger switching about big pocket? No. Now with the pocket when rubber with the people in big and big bill, gold money back check and wallet and back and pocket book first and makeup kit. Now a woman pocket 20 for lipstick. Now a dreadlock pocket. Won't you dance with me all night? Won't you party, party, party? Won't you burn the floor all night? Not your life, wanna not your life. Do you feel alright? Wanna not your life? प्यारे प्यारे
ആദ്യമായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പ്രേക്ഷകരായ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത് നമ്മളുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇന്നിവിടെ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നല്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മോഹൻ ചേട്ടനും ഒരു കൂട്ടം സുഹൃത്തുക്കളും ചേർന്ന് നമ്മുടെ കൊച്ചുകുട്ടികൾക്ക്, നമ്മളിപ്പോൾ ഒന്നൊരു സംഗീതം പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ കാശ് ചെലവ് ചെയ്തൊക്കെ ഒത്തിരി ദൂരങ്ങളിലൊക്കെ പോയി പഠിക്കണം. പക്ഷേ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ മുൻപിൽ വരിക, നമ്മുടെ തൊട്ടടുത്ത് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. നിങ്ങളെല്ലാം സഹകരിച്ച് ആ വലിയ സംരംഭം നിങ്ങളെല്ലാവരും കൂടി, നമ്മൾ തൃശ്ശൂർക്കാരെല്ലാവരും കൂടിയിട്ടത് നല്ല രീതിയിൽ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് കൊടുക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം എന്നും അദ്ദേഹത്തിന് ഉണ്ടാവണം. ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് മോഹൻ ചേട്ടൻ സംഗീതം ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. അത് എത്രയോ ഗാനങ്ങൾ, ഇപ്പോൾ വാസന്തി ലക്ഷ്മി മുതൽ അങ്ങനെ ഒരുപാട് പാട്ടുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോഹൻ ചേട്ടൻ്റെ പാട്ടുകളാണ്. നമുക്ക് ഈ ഒരു പരിപാടി നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക ഉത്സവമാക്കി മാറ്റാം. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനെപ്പോഴും പറയും, സംഗീതം പഠിപ്പിക്കുന്ന ആളാണ്. ഒരു പാട്ട് പാടുമ്പോൾ ഇന്നമാതിരി പാടണം എന്ന് നമ്മളെ പഠിപ്പിക്കും. ഇന്നമാതിരി പാടണട്ടോ മണി, നമുക്കത് ഉദ്ദേശിച്ച മാതിരി അത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു നമ്മൾ മണി അതിൻ്റെ ഒരു ഇതിങ്ങനെ കയറ്റിയെടുത്തല്ലെന്ന് ശരി അങ്ങനെ പറഞ്ഞു തരികയും എന്നെ ഒരുപാട് ആൾക്കാർ സംഗീതം പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടക്കില്ല. ഈ പഠിപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരൊക്കെ പലതും പഠിച്ചു എന്നുള്ളതാണ് ഞാൻ എവിടെയും പറയാറുണ്ട്. ഞാൻ ശരിക്കും അതൊരു നല്ല മനസ്സ് തുറന്ന സത്യാവസ്ഥയോടുകൂടി പറയണതാണ് കേട്ടോ. നമ്മളൊന്നും പഠിച്ചിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒന്നും പഠിച്ചില്ല, എന്തൊക്കെയോ ജീവിതത്തിൽ പഠിച്ചു എന്നല്ലാണ്ട് വേറൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ എവിടെയും ആത്മാർത്ഥമായിട്ട് പറയാറുണ്ട്, 10ാം ക്ലാസ് 3 പ്രാവശ്യം അന്തസ്സായിട്ട് എഴുതി തോറ്റാളാണ് ഞാൻ. പല ആളുകളും 10ാം ക്ലാസ് ജയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ തോൽക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചു. ഞാൻ അതിൽ ജയിച്ചു, തോറ്റു. പക്ഷെ തോറ്റോണ്ട് എന്ത് ഗുണമുണ്ടായി? ഇന്ന് കലാഭവൻ മണി ഒരു സിനിമാ നടനായി. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്ക് 10ാം ക്ലാസ് പാസ്സായിട്ട് പോലീസിൽ ചേരണമെന്നായിരുന്നു. പക്ഷെ നന്നായി. ഇന്ന് ആ 10ാം ക്ലാസ് തോറ്റോണ്ട് ഇന്നിവിടെ ഞാൻ പറയാ പഠിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ പഠിച്ച ആൾക്കാരൊക്കെ ജോലിക്ക് വേണ്ടി തേരാപാര നടക്ക. ഇവിടെ 10ാം ക്ലാസ് പഠിച്ചവൻ ഇന്ന് ഈ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. IAS, കളക്ടർ, ജില്ലാ കളക്ടർ മുതൽ എന്നിട്ട് CI, പോലീസ്, വക്കീൽ, ഡോക്ടർ, ഈ വേഷമൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട് 10ാം ക്ലാസ് വെച്ചിട്ട്. അപ്പോൾ പഠിച്ച ആൾക്കാർ അവിടെ പോയി പഠിക്കാണ്ട് ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ വെറുതെ ഒരു പുറമെ കാണിക്കുന്ന ചില പരിപാടികളാണ് ഇതൊക്കെ. ഇപ്പം കഴിഞ്ഞ പടത്തിലും കൂടി ഒരു പ്രസവം എടുത്ത ഡോക്ടറാണ് ഞാൻ. പഠിക്കണോ? ഒരു കുഴപ്പമില്ല, അത് നോക്കിയെന്നാൽ മതി, പ്രസവിച്ചോളും. നമ്മളതിന് വേണ്ടി പ്രത്യേകിച്ച് റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം പെട്ടെന്നായിരിക്കും, അളിയൻ വരുന്നതും പെങ്ങളെ കൊണ്ടുപോണതും എന്ന് പറഞ്ഞ പോലെ. തീർച്ചയായിട്ടും അപ്പോൾ ഈ സംഗീതം പഠിക്കാത്ത എന്നെ ഞാൻ ഇപ്പോഴാണ് ഓർക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്. ഞാൻ അനന്തഭദ്രം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ തൃശ്ശൂർ ചേതനയിൽ കൊണ്ടുവന്നേക്കാം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ MG രാധാകൃഷ്ണൻ സാറ് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് എന്നോട് പറഞ്ഞു, മണി ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കില്ല, ഈ പരിപാടിയൊന്നുമില്ല. സാറൊരു പാട്ട് പറയുന്നു, എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് പാടുന്നു, അത്രേ ഉള്ളൂ. സംഗീതം പഠിച്ചിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാനിപ്പോൾ എൻ്റെ പുതിയ കാസറ്റായ പാടാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ, അല്ലെങ്കിൽ പാടാൻ കൊതിച്ച പാട്ടുകൾ, ഇതാണ് എൻ്റെ പുതിയ കാസറ്റ്. ഇപ്പോൾ ഇന്നലെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും മേടിച്ച് കേൾക്കണം. കാരണം ഞാനത് പാടാത്ത പല പാട്ടുകളും അതിനകത്തുണ്ട്. അതിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാലക്കുടി പുഴയിൽ വെളുപ്പാങ്കാലത്ത് പോയി പാട്ട് പാടും. സംഗീതം അറിയില്ല, പക്ഷെ എന്നാലും പോയി തൊള്ള തുറക്കും. അപ്പുറത്ത് മേലൂർ സൈഡിലെ പെണ്ണുങ്ങൾ കുളിക്കാൻ വരും. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു ഗാനം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു സുഖമല്ലേ. അപ്പം ഇങ്ങനെ പാടുമ്പോൾ അവിടെ നിന്ന് ആ പെണ്ണുങ്ങൾ പറയും, ഡേഡി കറുത്ത യേശുദാസ് തൊണ്ട വിളിച്ചോടെ ഇങ്ങനെ തോന്നണേ എന്ന് പറയും. ആയിക്കോട്ടെ, കുഴപ്പമില്ല, കറുത്ത യേശുദാസ് എന്ന് വിളിച്ചോട്ടെ. പക്ഷെ ഇന്ന് ദാസേട്ടൻ പാടുന്നേക്കാൾ കൂടുതൽ കാശ് ഞാനൊരു സിനിമയിൽ പാടാൻ മേടിക്കും. അപ്പം എല്ലാവരും ചോദിക്കും, എന്താ യേശുദാസും മണിയും തമ്മിൽ വ്യത്യാസം? ദാസേട്ടന് സംഗീതം അറിയാം, എനിക്ക് സംഗീതം അറിഞ്ഞൂടാ. അപ്പം ഇത് പഠിച്ചൊക്കെ പാടി വരുമ്പോൾ രൂപ ചെലവുണ്ട്. ദാസേട്ടന് എപ്പോഴും കാശ് കിട്ടും, എനിക്ക് ഇപ്പോഴേ കിട്ടുള്ളൂ. അപ്പം കിട്ടുമ്പോൾ നമ്മൾ മേടിച്ചോളണം, കിട്ടാവുന്ന സ്പീഡിൽ. അല്ലെങ്കിൽ ഇത് കുറേ കഴിയുമ്പോൾ കിട്ടില്ലെന്നേ. ഇവിടെ ഏതോ ഒരു മഹാൻ പറഞ്ഞു, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താൻ. അവൻ അട്ടിച്ചിട്ടില്ലേ,
സ്വരം നന്നായിരിക്കും എന്നെ ചാൻസ് കിട്ടണല്ലേ, പിന്നെ ഇനിയിപ്പോൾ ഈ ചീത്തയാമ്മ കിട്ടാൻ പോണേ. ഞാനതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആളുണ്ട്. അപ്പോൾ ഈ സംഗീതം അറിയാതെ കണ്ട് മലയാള സിനിമയിൽ കുറേ പാട്ടുകൾ പാടിയിട്ട് എനിക്ക് എൻ്റെ പാട്ടുകൾ ഒരുപാട് ഹിറ്റായിട്ടുണ്ട്. അതിനൊക്കെ കാരണക്കാർ എന്നെ, സംഗീതം അറിയാത്ത എന്നെ സിനിമയിലൂടെ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ച് എൻ്റെ വേഷങ്ങൾ വില്ലനായാലും കോമഡി ആയാലും ചെറിയ നായകനായാലും, ഞാൻ വലിയ നായകനല്ല, എൻ്റെ സിനിമ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ സിനിമ തിരിച്ച് പോകണം, അല്ലെങ്കിൽ അത് മാറും, അല്ലെങ്കിൽ മാറ്റും. ഈ 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ചെന്നാൽ ചിലപ്പോൾ കാണാം. പല ആളുകളും സ്ക്രിപ്റ്റ് കേട്ടിട്ട് വേണ്ടെന്ന് പറഞ്ഞ് പുറംകാലിക്ക് മടക്കി അടിച്ചു വിട്ട സ്ക്രിപ്റ്റാണ് എൻ്റെ അടുത്ത് വരിക. അതിൽ ഞാൻ കുറച്ച് മസാലപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഇഞ്ചിയും ഒക്കെ താളിച്ചൊന്ന് ഒരു മേമ്പൊടി ചേർത്തിട്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത്. അപ്പം മറ്റതിൻ്റെ ഗുണം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതിനകത്ത് നല്ലൊരു കഥയുണ്ടാവും. നല്ലൊരു ചാലക്കുടിക്കാരനായ മണിയുടെ നല്ലൊരു ഹൃദയത്തിൻ്റെ ഒരു നന്മയും എല്ലാം ഉള്ളൊരു പടം, ഒരു കഥ അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെന്നെ വില്ലനായിട്ടും കോമഡിയനായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടൊക്കെ സ്വീകരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. 1000 നന്ദി എൻ്റെ തൃശ്ശൂർക്കാർക്ക് ഞാൻ മനസ്സറിഞ്ഞ് നേരുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യ ഗാനം, എൻ്റെ ഒരു പഴയകാല ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന, എൻ്റെ വീട്ടിലൊക്കെ നടന്ന ഒരു സംഭവം, ആ ഗാനം നമുക്ക് ആദ്യം കേൾക്കാം. കുമ്പായി കുച്ചാണ്ട് പാണങ്കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. കുമ്പായി കുച്ചാണ്ട് പാണങ്കത്തണുമാ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വയറ് കക്കാളി എൻ്റെ കൊടല് കത്തണുമാ. പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. പത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മണി നാളായി ടച്ചൻ കൊഞ്ചിപ്പറയറില്ലേ. ഞാനൊരു പൂക്കളിട്ടു, കാലത്തിൻ്റെ അമ്മയും പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളോണ്ട് പൂക്കളിട്ടു. ഞാനൊരു പൂക്കളിട്ടു, കാലത്തിൻ്റെ അമ്മയും പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളോണ്ട് പൂക്കളിട്ടു. അച്ഛൻ വന്നപ്പോ അച്ഛൻ്റെ മോള് കിണുങ്ങണുണ്ട്. എന്തിനടി മോളെ തല തല്ലിക്കരയണത്? ചോറ് ചോച്ചപ്പോ അമ്മ കീറു തന്നച്ചാ. ആ കീറു കിട്ടിപ്പോൾ എൻ്റെ പ്രാണം പോയച്ച. അച്ഛനെ വേണ്ടേടി നിനക്ക് അത്താഴ വേണ്ടേടി. അത്തായം വേണ്ടെനിക്ക് ദൈവേ എൻ്റെ അച്ഛനെ മാത്രം മതി. ഉമ്പായി കുച്ചാണ്ട് ആണം കത്തണുമാ. വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ. വയറ് കച്ചാളി എൻ്റെ കൊടല് കത്തണുമാ. പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. ഇനി ഇശൽ നിലാവിൽ സംഗീതാമൃതം ചൊരിയാനെത്തുന്നു അനുരാധ ശ്രീറാം. ദശാവതാരം എന്ന ചിത്രത്തിലെ മുകുന്ദ മുകുന്ദ എന്ന ഗാനവുമായാണ് അനുരാധ ശ്രീറാം വേദിയിലേക്ക് കടന്നു വരുന്നത്. പ്ലീസ് വെൽക്കം അനുരാധ ശ്രീറാം.
ബാബുവും അഞ്ജനയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ലഘു നാടകമാണ്. പൊന്നമ്മ ബാബു അമ്മായി അമ്മയായി, അഞ്ജന മരുമകളായി. പ്രേമലതേ, പ്രേമലതേ, എടി പ്രേമലതേ. ഓ, അവള് പ്രേമിച്ചോണ്ടിരിക്കുകയായിരിക്കും. അതെ, ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ഒരമ്മായിമ്മയുടെ കുശുമ്പായിരിക്കുന്നു. അല്ലെന്നേ, ഒന്നാമത് എനിക്കാരും കുറ്റം പറയുന്ന ഇഷ്ടമല്ല. പക്ഷെ കണ്ടില്ലേലും കേട്ടില്ലേലും ഉള്ള കാര്യം ഞാൻ മോത്തോക്കി പറയും. എന്റെ ഒരേ ഒരു മോൻ, പാവം കുട്ടൻ, അവനെ കണ്ണും കയ്യും കാണിച്ച് തട്ടിയെടുത്തോളാ പിശാശ്. കുട്ടൻ ചേട്ടാ. എന്തോ? എന്റെ കുട്ടൻ ചേട്ടനല്ലേ, ഞാൻ ഒന്ന് ടൗണിൽ പോയിക്കോട്ടെ? വേണ്ട മോളെ, ഇന്നെങ്കിലും നീ ഇവിടെ ഒന്ന് അടങ്ങി ഒടുങ്ങി എന്റെ അടുത്തിരിക്ക്. എന്താ ചേട്ടാ, ഒന്ന് പോയിക്കോട്ടെ. എടി, ഇത്ര രാവിലെ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞില്ലേ? നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങ് എത്തുന്നേ. എടി, നിന്നെ വിടില്ല എന്ന് പറഞ്ഞാ വിടില്ല. ഒന്ന് വിടുന്നേ. വിടില്ല എന്ന് പറഞ്ഞില്ലേ? വിടില്ല 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 വിടമാട്ടെ. എന്നെ ഉങ്ങള് വിടമാട്ടെ. അയ്യോ, ഇന്നൊക്കെ വെള്ളിക്കളവേ, എന്നെ കൊന്ന് രക്തത്തെ കുടിച്ച്. അയ്യോ, നീ ആരുടെ കൂടെ വേണമെങ്കിലും പോയിക്കോ, എന്നെ വിട്ടേക്ക് പ്രേമലതേ. ഈശ്വര, കേട്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. രാവിലെ അവളോട് ഞാൻ തുണി അലക്കാൻ പറഞ്ഞതാ, പകരം അവളെ എന്റെ മോനായിട്ട് അലക്കിക്കൊണ്ടിരിക്കുക. ഒളിഞ്ഞ് വരട്ടെ വിശ്വാസം, വരട്ടെ. എങ്ങോട്ടാടി രാവിലെ അണിഞ്ഞൊരുങ്ങി? ഞാൻ മീഡിയ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നെന്ന് നിങ്ങളോട് പറയുന്ന പ്രശ്നമില്ല. അതിന് നിനക്ക് പാടാൻ അറിയാമോടി? കുരയ്ക്കാനല്ലേ അറിയൂ. നിങ്ങൾ എന്റെ ഭരണിപ്പാട്ടല്ലേ കേട്ടിട്ടുള്ളൂ, ശരിക്കുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? എന്നാ കേട്ടോ. സ പ സ എന്നാ പാട്ടാടി പാടിയത്? പാട്ട് കൊള്ളില്ലെങ്കിൽ നിന്റെ ശബ്ദം വൃത്തികേട. ഇത്രയെങ്കിലും നന്നാകത്തത് നിന്റെ പിച്ച. മൊത്തത്തിൽ നിനക്ക് സംഗതി പോരാ മോളെ, പോരാ പോരാ. എനിക്ക് സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് 45 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് കിട്ടുമ്പോ കാണിച്ചു തരാം. നിങ്ങൾക്ക് അസൂയ. അസൂയക്ക് നിങ്ങൾക്ക് മരുന്നില്ലെന്ന് പറയുന്നത് ശരിയാ? നീ സ്റ്റാർ സിംഗർ ആണെങ്കിലേ ഞാൻ തരികിടയാടി, തരികിട. നിങ്ങൾ തരികിടയാന്ന് എല്ലാവർക്കും അറിയാം. അതല്ലടി, തരികിട തകതമി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ ഞാനും ഉണ്ടടി. നീ 45 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടാതെ ഫ്ലാറ്റ് ആകുമ്പോ ഞാൻ 50 ലക്ഷത്തിന്റെ കാറും കൊണ്ട് ഇവിടെ ഞെളിഞ്ഞ് നടക്കൂടി, ഞെളിഞ്ഞ് നടക്കും. കൊള്ളാം കൊള്ളാം. ഉപ്പും ചാക്കിന് കയ്യും കാലും വെച്ച നിങ്ങളാണാ ഡാൻസ് കളിക്കാൻ പോകുന്നത്? എടി, ഞാൻ പഠിക്കുന്ന കാലത്ത് കലാതിലകമായിരുന്നു, കലാതിലകം. എവിടത്തെ? എന്റെ വീട്ടിലെ. ഇപ്പോഴും ഡാൻസ് എന്ന് പറഞ്ഞാ എനിക്ക് പേടിയാ. അല്ല, ജീവനാ, ജീവൻ. പ്രേമലതേ, എന്തോ 50 ലക്ഷത്തിന്റെ ഡാൻസ് വേണം. നീ കണ്ടോ? കണ്ടു പഠിച്ചോടി. அப்படியே நான் தான் திங்க போறேன். அணிலாக மாறினான், அழகாக தாவினான், அங்கங்க உன்னை கடிக்க போறேன். தீர்மானம் பண்ணி நீ தீர்த்து கட்ட துணிஞ்சு நீ என்ன சுத்தி வாழ தாரே தாரே. மாம்பழம் மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நீதானடி. மாம்பழம் மாம்பழம் மல்கோவா மாம்பழம் சேலத்து மாம்பழம் நான் தானடா. എങ്ങനെ ഉണ്ടടി? ഈ 50 ലക്ഷം
ലക്ഷം രൂപയുടെ ഡാൻസ് റോട്ടിൽ തുണി വിരിച്ച് കളിച്ചാ പോലും 10 രൂപ തികച്ച് കിട്ടില്ല എന്റെ അമ്മായി. എന്റെ ഡാൻസിനെ കുറ്റം പറയാ നീ ആരാടി? ഓഹോ, എന്റെ പാട്ടിനെ കുറ്റം പറയാൻ നിങ്ങൾ ആരാ? സത്യം പറയടി, നീ അണിഞ്ഞിറങ്ങിയ പടാണെന്ന് പറഞ്ഞ എങ്ങോട്ടാടി? ഞാൻ എങ്ങോട്ടെങ്കിലും പോകും, ചോദിക്കാൻ നിങ്ങൾ ആരാ? അത്രക്കായോടി. പിന്നെ ഒന്ന് പോന്നല്ലേ, ഞാൻ പോവാ. കുലുങ്ങി കുലുങ്ങി എങ്ങോട്ടാണടി, ഈ കുടുംബത്തിനൊരു പണിയുമില്ലടി. ഓ കുലുങ്ങി കുലുങ്ങി എങ്ങോട്ടാണടി, ഈ കുടുംബത്തിനൊരു പണിയുമില്ലടി. മത്തക്കണ്ണുള്ളൊരു തടിച്ച് തള്ളയേ, ഹേയ് മത്തക്കണ്ണുള്ളൊരു തടിച്ച് തള്ളയേ, എന്റെ കൂടെ മുട്ടാൻ നോക്കണ്ട. കുടുംബശ്രീയിലെ കുശുമ്പിനി അലമ്പിനെന്തും ഇടുക്കിനി, പലതും പറഞ്ഞ് ലൈഫ് കലക്കും കുട്ടി ഭൂതമേ. കുലുങ്ങി കുലുങ്ങി എങ്ങോട്ടാണടി, ഈ കുടുംബത്തിനൊരു പണിയുമില്ലടി. കുട്ടനെ കെട്ടില്ലേ അന്ന് ചകുന്നു നീ ഭീഷണി തട്ടിയില്ലേ, എന്റെ മോനെ നീ ചുമ്മാതെ തട്ടിയെടുത്തില്ലേ. സ്ത്രീധനം കിട്ടാതെ എന്നെ കിട്ടിയതിന് ചീത്ത വിളിച്ചില്ലേ, എന്റെ തന്തേനെ തള്ളേനെ മാട്ടിയൊടിച്ചില്ലേ. അന്ന് തൊട്ടു നിന്നെ ഞാൻ ഉന്നം വെച്ചതാണടി. ഒടിഞ്ഞ തള്ളേ നിങ്ങൾ ചത്താലും തുള്ളി വെള്ളം തരില്ല ഞാൻ. നിർത്ത്. നീ എനിക്ക് വെള്ളം തരണ്ട. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ജ്യൂസ് തന്നാ മതി. അതെ, നമ്മൾ രണ്ടാളും പരസ്പരം പുകഴ്ത്തിയ സ്ഥിതിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്ത്? അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്തിട്ട് ഒരു കാര്യമില്ല. അതെ 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 അതെ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വളഞ്ഞേ നിക്കൂ. മോളെ പ്രേമലതേ, നിനക്ക് നിന്റെ ഐഡിയയും വലുതാണ്, എനിക്കിന്റെ തരികടയും വലുതാണ്. ഓക്കേ. ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാന്ന് പറഞ്ഞ പോലെ ഐഡിയ ഉണ്ടെങ്കിൽ തരികിടയും കളിക്കാം. വേട്ടയാട് വിളയാട് എന്ന ഹിറ്റ് തമിഴ് ചിത്രത്തിൽ നിന്നും മഞ്ചൽ വെയിൽ എന്ന് തുടങ്ങുന്ന ഗാനം വേദിയിൽ ആലപിക്കുന്നു നമ്മളുടെ പ്രിയപ്പെട്ട ഗായകൻ ഹരിഹരൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഹരിഹരൻ once again. വെണ്ണിലവേ വെള്ളി വെള്ളി നീലവേ പോകും ഇടം എല്ലാമേ കൂടെ കൂടെ വന്നാ. വെണ്ണിലവേ വെള്ളി വെള്ളി നീലവേ നക്ഷത്ര പട്ടാളം കുട്ടിക്കൊണ്ട് വന്നാ. மஞ்சள் பையில் மாலையிலே மெல்ல மெல்ல இருளுதே, வலிச்சிடும் விளக்குகள் பகல் போல் காட்டுதே, மயக்கங்கள் விலகுதே, தவிப்புகள் தொடருதே, அடுத்தது என்ன என்ன என்றேதான் தேடுதே. வெள்ளி வெள்ளி நீலாவே போகும் இடம் எல்லாமே கூட கூட வந்தா.
நிலவே நட்சத்திரம் பட்டாளம் கூட்டிக்கொண்டே வந்தாய் உலகத்தின் கடைசியாய் இன்றுதானோ என்பது போல் பேசி பேசி திட்டம் பின்னும் ஏதோ ஒன்று குறையுதே உள்ளே ஒரு சின்னம் சிறு மரகத மாற்றம் வந்து குறு குரு மின்னல் என்ன குறுக்கே ஓடுதே வெண்ணிலவே வெள்ளி வெள்ளி நிலவே போகும் இடம் எல்லாமே கூட கூட வந்தாய் வெண்ணிலவே வெள்ளி வெள்ளி நிலவே நட்சத்திரம் பட்டாளே கூட கூட வந்தாய் Put your hands together, bud. You in the back. செல்வையில் மலையிலே மெல்ல மெல்ல இருளுதே பளிச்சிடும் விளக்குகள் பகல் போல் காட்டுதே மயக்கங்கள் விலகுதே தவிப்புகள் தொடருதே அடுத்தது என்ன என்ன என்றேதான் தேடுதே வண்ணங்கள் வண்ணங்கள் அற்ற வழியில் வழியில் சிலர் நடக்கிறார் நடக்கிறார் மஞ்சளும் பச்சையும் கொண்டு பெய்யுது பெய்யுது மழை நனைகிறாள் நனைகிறாள் யாரோ அவள் அட யாரோ 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 அவள் ஒரு கோடும் கோடும் முட்டைக்குள்ள இருதண்டவாளம் முட்டி செல்ல வெண்ணிலவே வெள்ளி வெள்ளி நிலவே கோபம் தேடும் எல்லாமே கூட கூட வந்தாய் வெண்ணிலவே வெள்ளி வெள்ளி நிலவே கோபம் தேடும் வந்தாளே கூட கொண்டு வந்தாய் இன்னும் கொஞ்சம் நீள வேண்டும் இந்த நொடி எத்தனையோ காலம் தள்ளி நெஞ்சோரம் பனித்துளி நின்று பார்த்த நேரமின்றி சென்று கொண்டே இருந்தேனே நிற்க வைத்தால் பேச வைத்தால் நெஞ்சோரம் பனித்துளி കുരുവി എന്ന തമിഴ് ചിത്രത്തിൽ നിന്നും തേൻ തേൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നു സുനിൽ ആൻഡ് ലത. தேடியா
கைய ரசித்தேன் மற்றவர் மைய ரசித்தேன் உறங்காமல் எங்கும் முந்தன் உள்ளம் மறிந்தேன் நீ செய்யும் நாவும் ரசித்தேன் இதம் செய்யாததையும் ரசித்தேன் കടന്നു വരുന്നത് ഒരു അടിപൊളി നൃത്തവുമായി മലയാള സിനിമയിലേക്ക് വിരുന്നിനെത്തിയ ഒരു പളങ്ക നായിക ലക്ഷ്മി ശർമ്മ 2050 ലവ് സ്റ്റോറി എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്നും ലവർ ബോയ് എന്ന ഗാനത്തിനൊപ്പം നൃത്ത ചുവടുകൾ വെക്കുകയാണ് ലക്ഷ്മി ശർമ്മയും ഒപ്പം ഡാസ്ലേഴ്സ്. She's tomorrow's woman that yesterday spoke about. She's a mystery. She's an enigma. वो एक राज है.
വേദിയിലേക്ക് കടന്നു വരുന്നു നമ്മളുടെ എല്ലാവരുടെയും മറ്റൊരു പ്രിയപ്പെട്ട ഗായകൻ. ആരായിരിക്കും? എനി ഗെസസ്? ഇതുവരെ ഈ സ്റ്റേജിൽ ഇന്ന് വന്നിട്ടില്ല. റൈറ്റ്, വിധു പ്രതാപ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം വിധു പ്രതാപ്. പോക്കിരി എന്ന ചിത്രത്തിലെ ആടുങ്കട ആടുങ്കട എന്ന പാട്ടാണ് നമ്മുടെ വിധു ഇന്ന് ആലപിക്കുന്നത്. സോ എൻജോയ്. என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தே பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி காத்தா வெட்டி பொங்க வச்சா பொங்கலடா துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கிட்டு பொங்கலடா ஏ அடி உடையும் கலந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் ஏ இடி விழுந்து எரிந்து வச்சு வெடிப்பில்லாம அறிய வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய புத்தி. എല്ലാരും കുറച്ചുകൂടെ ഉഷാറായി കൈയടിച്ച് കേൾക്കട്ടെ. ഫ്രണ്ട് ഇരിക്കുന്നവർക്ക് കൈയടിക്കാം കേട്ടോ. அஞ்சுக்கும் பத்துக்கும் வேலை செஞ்சா முந்தானையில் துளி கட்டும் தாய்மார நீ கொஞ்சம் தள்ளி வச்சா ஆத்தா ஒன்ன மன்னிப்பாளா தாய்பால் உனக்கு கொக்கக்குழா தாயும் செய்யும் ரெண்டு கண்ணு கால தொட்டு பூஜை பண்ணு நான் ரொம்ப திருப்பு என்னோட பொறப்பு நடமாடும் நெருப்பு அடி உதயம் கலந்து வச்சு விடிய விடிய விருந்து வச்சா பொங்கல் போக்கிரி பொங்கல் இடுப்பு எடுப்பு எலும்பு வச்சு கறிய வரிய வறுத்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல். மழைக்காலத்தில் குடிசையெல்லாம் கண்ணீரில் மிதக்கின்ற கட்டு மரம், வெயில் காலத்தில் குடிசையெல்லாம் அணையாமல் இருக்கின்ற காட்டு மரம். சேரி எல்லா ஊருக்குள்ள பிறக்க வேண்டும் பிறப்புள்ள பட்டெல்லாம் எடுத்து சொல்ல பட்ட படிப்பு தேவையில்லை தீபந்தம் எடுத்து தீண்டாம கொடுத்து இதுதான் என் கருத்து அடி உதவி கலந்து வச்சு விடிய விடிய விருந்து வச்ச போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்பு எடுப்பு எலும்பு வச்சு விடிய விடிய விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல். ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி பத்த வெட்டி பொங்க வச்சா காளியதா பொங்கலடா துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கட்டு பொங்கலடா அடி உதை கலந்து வச்சு விடிய விடிய விருந்து போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்பு எலும்பு கழுந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல். தேங்க்யூ தேங்க்யூ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ
ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചുവപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ കച്ചവടം പോയല്ലോ കാശും പോയി പെണ്ണ് ചീരിക്കണ കണ്ടെ കച്ചവടം പോയല്ലോ കാശും പോയി ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാം ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാം ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടയ്ക്കണ മീനാണേ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മുളകാത്തതിലാകുള്ള വേല ഇതാ എന്റെ മുളകാത്തതിലാകുള്ള വേല ഇതാ ആ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ മുളകാത്തതിലാകുള്ള വേല ഇതാ എന്റെ മുളകാത്തതിലാകുള്ള വേല ഇതാ കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും പെണ്ണുകെട്ട കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേലായിതാ കാര്യം കഴിഞ്ഞു മതി കളി വേലായിതാ പെണ്ണുകെട്ട കണ്ണും കെട്ടും കുട്ടോളയ വായും കെട്ടും കാര്യം കഴിഞ്ഞു മതി കളി വേലായിതാ കാര്യം കഴിഞ്ഞു മതി കളി വേലായിതാ പകല് മുഴുവൻ പണിയെടുത്ത് 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 എന്റെ മോളെ കട്ടത്തിലാകല വേലായിതാ എന്റെ മോളെ കട്ടത്തിലാകല വേലായിതാ പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേലായിതാ ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേലായിതാ പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങള് പോലീസായി ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേലായിതാ ജാമ്യം കിട്ടുമ്പോൾ ലൈഫാകും വേലായിതാ പകല് മുഴുവൻ പണിക്കെടുത്ത് കിട്ടണ കാശിന് കണ്ണ് കുടിച്ച്